ഹായ് ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ കൂടുതലായി കാണുന്ന ഒരു ഐറ്റമാണ് മില്ലറ്റ്സ് അഥവാ മലയാളത്തിൽ ധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രോഡക്ട്സ് പല കമ്പനികളും പല പാക്കറ്റുകളിലാക്കി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ മില്ലറ്റ്സ് എന്താണെന്ന് അതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അധികം ആരും ഉപയോഗിക്കാത്തത്. ഞാനിപ്പോൾ മില്ലറ്റ്സിൻ്റെ ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ റാഗി, തിന, ചാമ, കുവരക്, കമ്പ അങ്ങനെ പല വെറൈറ്റി ധാന്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ മില്ലറ്റ്സ് പൗഡറായിട്ട് വാങ്ങിക്കാൻ കിട്ടും, പുട്ടുപൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാനിവിടെ അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യാനുസരണം അതിനെ പൊടിച്ചെടുത്താൽ മതിയല്ലോ. ഞാൻ അധികം പൊടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 100 ഗ്രാം മില്ലറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 4 ഗ്രാമോളം പ്രോട്ടീനും 1.5 ഗ്രാമോളം ഫൈബറും ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് കണ്ടന്റും ഉള്ള ഒരു ആഹാര സാധനമാണ് നമ്മുടെ ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദഹനത്തിനായാലും ഇമ്മ്യൂണിറ്റി ലഭിക്കാനും ഒക്കെ നമുക്ക് വളരെ നല്ലൊരു സാധനമാണ്. അപ്പം ഞാനിതിപ്പോൾ ആവശ്യത്തിന് പൊടിച്ചിട്ടുള്ള നല്ല പൗഡർ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിൽ കുറച്ച് കല്ലുപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ഒരു പരുവം ഉണ്ടല്ലോ, ഇതിൽ സത്യത്തിൽ അത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഒഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ അതൊരു കട്ടിയായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചുകൂടെ ആവിയേറി വരുമ്പോൾ കുറച്ചുകൂടെ നല്ല മയമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ പുട്ടുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ തന്നെ ഇവിടെ ആദ്യം തന്നെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. അതിലേക്ക് കുറച്ച് മില്ലറ്റ്സിൻ്റെ പൊടി ഇങ്ങനെ പുട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് തൽക്കാലം എനിക്ക് ഒരു കുറ്റി പുട്ടിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഗുണമുള്ളൊരു സാധനമാണ്. കാരണം നമ്മുടെ അരിയേക്കാളും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളൊരു സംഭവമാണ്. പക്ഷേ ഇത് പുട്ടുണ്ടാക്കിയപ്പോൾ എനിക്കൊരു അല്പം ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയായിരുന്നു. നമുക്കത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പുട്ടുകുറ്റിയിലൊന്ന്. കാരണം ഇത് അല്പം കട്ടി പിടിച്ചാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് കഴിക്കാൻ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഇത് അല്പം കട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മറ്റ് പുട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലെയല്ല, ഇതിനല്പം ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കി എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഗോതമ്പ് പുട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്പം തിക്കായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി യൂസ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് തക്കാളി കറി ഉണ്ടാക്കി അതിൻ്റെ കൂടെ തക്കാളി കറി വെച്ചാണ് കഴിച്ചത്. അപ്പോൾ നല്ല രുചിയായിരുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ മില്ലറ്റ്സ് വെച്ച് പുട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ പല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഫൈബറും ഒക്കെ നമുക്ക് ഈ മില്ലറ്റ്സിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.